നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ വർഗീയത ചർച്ചയാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന വിവാദ പരാമർശത്തിൽ ഉറച്ച മന്ത്രി സജി ചെറിയാൻ. വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. സജി ചെറിയാന്റെ പ്രസ്താവന മതേതര സമൂഹത്തിന് യോജിച്ചതല്ലെന്നും പ്രതികരണം. മുഖ്യമന്ത്രി തന്നെ വർഗീയത ആളിക്കത്തിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രി സജി ചെറിയാനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ള സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന ഫലം ഹാജരാക്കി. പോറ്റിയും സംഘവും സ്ഥാപിച്ചത് യഥാർത്ഥ പാളികളാണോ എന്ന് റിപ്പോർട്ടിൽ അറിയാം. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരി. വിധി പറഞ്ഞത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. 2ാം പ്രതി ശരണ്യയുടെ കാമുകൻ നിധിനെ വെറുതെ വിട്ടു. ശിക്ഷാവിധി മറ്റന്നാൾ. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിൽ നിയമ നടപടിക്ക് കുടുംബം. ലൈംഗിക അതിക്രമം ആരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച വടകര സ്വദേശിനിക്കെതിരെ പരാതി നൽകുമെന്ന് കുടുംബം. യുവതിക്കെതിരെ കേസെടുക്കാമെന്ന ആവശ്യം. പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊന്നു. ദാരുണ സംഭവം അർദ്ധരാത്രി 12ഓടെ. വളർത്തുമക്കളുടെ 4 വയസ്സുകാരന് ഗുരുതര പരിക്ക്. യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതക കാരണം വ്യക്തമല്ല. കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. തന്റെ പ്രസ്താവന വളച്ചൊടുക്കുകയായിരുന്നുവെന്ന് മന്ത്രി പറയുന്നു. താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ BJPയും നയിക്കുന്നുവെന്ന് ഈ സാഹചര്യം ഉണ്ടാക്കരുതെന്ന് താൻ ഉദ്ദേശിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്ന് മനസ്സിലാക്കുമായിരുന്നുവെന്ന സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന. അതേസമയം വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. സജി ചെറിയാൻ ഇത് പറയുന്നത് വളരെ ബോധപൂർവമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ നാട്ടിൽ സാമുദായികപരമായ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം RSSന്റെ ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം രാജ്യത്ത് സംഘപരിവാർ ഭരണഘടനയ്ക്കെതിരാണ്. ഈ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് കുന്തവും കുടച്ചക്രവുമാണ് ഭരണഘടന. അന്നേരം വളരെ ബോധപൂർവം കന്യാസ്ത്രീകളെ ഈ രാജ്യത്ത് പലതരത്തിൽ ആക്രമിക്കപ്പെട്ടു. കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിനെതിരെ ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ഈ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ RSSന്റെ 10 വോട്ടിന് വേണ്ടി ഈ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇർഷാദ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഇർഷാദ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ എത്തി. ഇതിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ മറ്റൊരു വലിയൊരു ബോംബായി തന്നെ ഈ ഒരു വിഷയം മാറിയിരിക്കുകയാണ്. എല്ലാ മുന്നണികളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും പിന്നോട്ടില്ല, തന്റെ വാക്കുകളിൽ നിന്ന് ഉറപ്പിക്കുകയല്ലേ മന്ത്രി? തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അതായത് കാന്തപുരത്തിന്റെ ഒരു യോഗത്തിൽ VD സതീശൻ പറഞ്ഞ ഒരു പ്രസ്താവനയോടനുബന്ധിച്ചാണ് ഈ ഒരു പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വലിയൊരു വിവാദമായിരിക്കുകയാണ് ഈ സജി ചെറിയാന്റെ വാക്കുകൾ. കാര്യം ഉത്തർപ്രദേശും കാസർഗോഡും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ അറിയാം ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായത് എന്നാണ്. കാര്യം ആർക്കൊക്കെ എവിടൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ എന്ന്, ആ സമുദായം ആര് ജയിക്കും എന്നതിനെ കുറിച്ചും അറിയാം. മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളുടെ വിജയിച്ച പട്ടിക നോക്കിയാൽ തന്നെ ഈ സ്ഥിതി തന്നെ അറിയാം. അതുപോലെ തന്നെ ഉത്തർപ്രദേശും മധ്യപ്രദേശും പോലെ ആക്കരുത് കേരളം എന്നാണ് ഈ സജി ചെറിയാന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം VD സതീശന്റെ ആ പ്രസ്താവനയിൽ മുൻനിർത്തിയാണ് ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പല യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിനോദ് ചുള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം RSSനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
തീർച്ചയായും ഇതിനെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികളൊക്കെ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പെരുമാറ്റ രീതിയോ അല്ലെങ്കിൽ വിവാദ പ്രസ്താവനയോ അല്ല നടന്നിരിക്കുന്നത്. എന്താണ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ പൊതുവെ പറയുന്നതും? തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ വെള്ളാപ്പള്ളിയുമായുള്ള ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ്. കാര്യം കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് നടന്ന ഈ വി.ഡി. സതീശന്റെ പ്രസ്താവനയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ സംഘടനകൾ മുന്നോട്ട് വന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാസർഗോഡും മലപ്പുറത്തും ഈ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ അവിടെ ഈ ഭരണകൂടങ്ങൾ ഭരിക്കുന്നു. അതായത് ജില്ലാ പഞ്ചായത്തും മറ്റുള്ള ഭരണ മുസ്ലിങ്ങളാണ് ഭരിക്കുന്നത് എന്നൊരു പ്രസ്താവന തന്നെയാണ് ഈ സജി ചെറിയാന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശും മധ്യപ്രദേശും പോലെയുള്ള രീതിയിലാക്കരുത് കേരളം എന്നുള്ളൊരു വാക്ക് കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ഇത് തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിലും ഉള്ള ഈ സംഘടനകൾ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധവുമായി സജി ചെറിയാനുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഇർഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡും മലപ്പുറത്തും ഇത്തരത്തിൽ ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന വിവാദ പരാമർശത്തിലാണ് വിശദീകരണവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു വിവാദ പ്രസ്താവന ഇപ്പോൾ വളരെ വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. സജി ചെറിയാന്റെ പ്രസ്താവന മതേതര സമൂഹത്തിന് യോജിച്ചതല്ല. സംഘപരിവാറുമായി CPM-ന് എന്ത് വ്യത്യാസമാണുള്ളതെന്ന് ചോദിച്ച സതീശൻ വ്യക്തിപരമായി എന്ത് നഷ്ടം വന്നാലും വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നും കൂട്ടിച്ചേർത്തു. ആദ്യം CPM നേതാവായ AK ബാലന്റെ പ്രസ്താവന, രണ്ടാമതിപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എത്ര ആവൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ്. ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രി എതിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മന്ത്രിസഭയിലെ ഒരു അംഗം ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു അംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരുന്നത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. പിണറായി വിജയനും വി.ഡി. സതീശനുമൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറെ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിന്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി നയമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ വർഗീയത ആളിക്കത്തിക്കുകയാണ്. ഇത് CPM അജണ്ടയെന്ന് ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP-യും NSS-ഉം യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ NSS-ന്റെ SNDP-യുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം? മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചാൽ വളരെ വ്യക്തമായി തന്നെ സമൂഹത്തെ വിഭജിക്കാനും ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനും ശ്രമിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുക. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ
CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയെന്ന് കെ മുരളീധരനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ ആക്രമിക്കാൻ അനുവദിക്കില്ല, സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ബിനോയ് കൃഷ്ണൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ബിനോയ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ വർഗീയത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നത്. മാത്രമല്ല വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് LDFും സാമുദായിക വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ UDFും ആക്രമണം പ്രതിരോധവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇതിൽ നടക്കുന്നത്? BJPയുടെ ഒരു അജണ്ട ഇതിലെന്താണ്? മാത്രമല്ല മന്ത്രിയുടെ ഒരു പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും നിയമസഭയിൽ അടുത്തതായി വരേണ്ടത് ആരാണ്, ജയിക്കേണ്ടത് ആരാണ്, ഭരിക്കേണ്ടത് ആരാണ് എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത് വികസനമാണ്. പക്ഷെ പറ്റിപ്പോകുന്നത് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു പരാമർശം, അതിന് മറുപടിയായി മറ്റൊരു പരാമർശം, ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മതവർഗീയ രാഷ്ട്രീയമാണ്. വികസനത്തിന് ഇടമില്ല, വികസനമല്ല നമ്മൾ ചർച്ച ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടിടത്താണ്. ആരുടെ കൂടെ നിൽക്കും, ആരുടെ വോട്ട് ബാങ്കാണ് എന്ന മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ബിനോയ്, ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റവുമില്ല, ഒരു കൂസലുമില്ലാതെ താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വർഗീയതയ്ക്ക് മുൻകൂട്ടം നൽകുമ്പോൾ ഇതിൽ ജനങ്ങൾ എങ്ങനെയാണ് ഈ വോട്ട് തിരിച്ചറിയുക, ഈ വ്യക്തികളെ തിരിച്ചറിയുക? ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന ഓരോ വ്യക്തികളെയും, അല്ലെങ്കിൽ നമുക്കറിയാം കുട്ടികൾ മുതൽ ഇന്ന് വർഗീയതയ്ക്കെതിരായി മാറുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് വർഗീയതയല്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. നമ്മൾ വികസനം ചർച്ച ചെയ്യേണ്ട ഇടത്താണ് വർഗീയത ചർച്ച ചെയ്യുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഒപ്പം ഏത് സമുദായം നിൽക്കുന്നു എന്നുള്ളതല്ല ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്. പകരം വികസനമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ തന്നെ പറഞ്ഞു വെക്കുന്നത്. അതായത് പൊതുപ്രവർത്തകർ ഇക്കാര്യത്തിൽ വിദഗ്ധമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വർഗീയതയോ മതമോ ആരുടെ വോട്ട് ബാങ്കാണ് എന്നതോ അല്ല, മറിച്ച് വികസന പ്രശ്നങ്ങളാണ്. നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ, പെട്രോളിന്റെ വില വർധനവ്, വിവിധ വസ്തുക്കളുടെ വിലക്കയറ്റം, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ വികസനത്തിൽ ഇനി നമ്മൾ വളരെ പിന്നോട്ടാണ്. കാരണം ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ഇപ്പോൾ നമുക്കറിയാം ദേശീയപാതയിലൊക്കെ അടിക്കടി വലിയ തരത്തിലുള്ള അപകടങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പൊതുപ്രവർത്തകരൊക്കെ ഇതൊക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, വോട്ട് ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇന്നതല്ല. വലിയ തരത്തിൽ മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും കടലാസുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെയുള്ളൊരു മാറ്റം തന്നെയല്ലേ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്? അതെ, അതാണ് അക്ഷയ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം വിഷയങ്ങളാണ് ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇത് ഭരണപക്ഷം തങ്ങൾക്കൊപ്പം ഏത് സമുദായം എന്ന അഭിപ്രായം പറയുമ്പോൾ അവർക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സമുദായത്തിന്റെ വോട്ട് ഒന്നോടെ എങ്ങി പോരണം എന്ന തരത്തിൽ തന്ത്രങ്ങൾ നീക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുക, അതിന് തങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പുറത്ത് പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റ് സംഘടനകളും ഒക്കെ ശ്രമിക്കുക എന്നുള്ളത് മാത്രമായി ചുരുങ്ങി നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വികസനം ചർച്ച ചെയ്യേണ്ടിടത്താണ്. നമ്മുടെ റോഡുകളും പാലങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ ചർച്ച ചെയ്യേണ്ടിടത്താണ് വർഗീയതയും ആളെ കൂട്ടുന്നതും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ജനത്തിന് ഇത് വികസനം ചർച്ച ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനുമുള്ള അവസരമാണ് ഇതുവഴി നഷ്ടപ്പെടുന്നത്. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സജീവൻ കൂടെ ചേരുന്നുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ കേരളത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ്. പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വികസനം, ഇനി എങ്ങോട്ട് എന്നുള്ളൊരു സ്ഥിതി. ആ വിഷയം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും തെന്നിമാറി മറ്റ് പല രീതികളിലേക്കും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒരുപോലെ സഞ്ചരിക്കുമ്പോൾ ജനം എന്താണ് കരുതേണ്ടത്? ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനത്തിന് അവരുടെ താല്പര്യപ്രകാരം ഉള്ള ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. ജനം തെരഞ്ഞെടുക്കുന്നത് പ്രകടന പത്രികകൾ നോക്കിയാണ് എന്നാണ് സാധാരണ രീതിയിൽ പറയുക. അങ്ങനെയാണോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങൾ.
സത്യത്തിൽ അതായിരിക്കണം. അപ്പോഴാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ മുന്നണിയും ഓരോ പാർട്ടിയും മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രകടന പത്രികയിലൂടെ എന്തെല്ലാം തങ്ങൾ 5 വർഷത്തിനിടയിൽ നടപ്പാക്കും എന്നുള്ള കാര്യങ്ങൾ ജനത്തിന് പരിശോധിക്കാൻ കഴിയുക. അത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കിയെന്ന് ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് പറയാം. അവർ നേരത്തെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ പലതും നടപ്പാക്കിയിട്ടില്ല എന്ന് പ്രതിപക്ഷത്തിനും പറയാം. അത് വെച്ചുകൊണ്ടാണ് ജനത്തിന് ശരിയായ വിധത്തിൽ അതത് കാലത്തെ ഭരണാധികാരികളെയും ഭരണകൂടത്തെയും വിലയിരുത്താൻ കഴിയുക. അങ്ങനെ വരുമ്പോഴുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വികസനം എന്തെല്ലാം നാടിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നടപ്പാക്കി, ആ നടപ്പാക്കിയതനുസരിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് വീണ്ടും അവർക്ക് തുടർഭരണം കൊടുക്കേണ്ടതുണ്ടോ വേണ്ടയോ എന്നുള്ള കാര്യം ഓരോ വോട്ടർക്കും തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഇക്കാലത്ത് നടക്കുന്ന കൂടുതലായിട്ടും നേരത്തെയും ഇതേ രീതി തന്നെയായിരുന്നു. വികസന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ജനങ്ങൾക്ക് മുമ്പാകെ പിൽക്കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയമായിട്ട് കൊണ്ടുവരാറുണ്ട്. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രമാണ്. അതിന് പകരം എളുപ്പത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ട് ബാങ്കുകളുടെ പിന്നാലെ പോയി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞ പോലെ തിണ്ണ നിരങ്ങുന്ന ഒരു പരിപാടി അത് എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ചെയ്യുന്ന രീതിയാണ്. അത് സത്യത്തിൽ നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ഒന്നും ഗുണം ചെയ്യുന്ന കാര്യമല്ല. മാത്രമല്ല ഇന്നത്തെ നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണത്തിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ്, മലപ്പുറം എന്നീ ജില്ലകളിലെ ചില രാഷ്ട്രീയ വർഗീയത അതുമാത്രമാണ് ചർച്ചയായി മാറുന്നത്. മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്ന അനുഭവിക്കുന്ന ദുരനുഭവങ്ങളൊക്കെ അവിടെ മറയ്ക്കപ്പെട്ടു പോവുകയാണ്. ആരും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു അപകടങ്ങൾ വരുമ്പോൾ മാത്രം മന്ത്രിമാർ ഓടിയെത്തുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ അവിടേക്ക് ഓടിയെത്തുന്നു. അവർ അതിൽ യോജിപ്പുകൾ അറിയിക്കുന്നു. പക്ഷേ ഇതിൽ ഗോളടിച്ച് മുന്നേറാൻ ചില പ്രധാനപ്പെട്ട ആളുകളുടെ കോൺസെൻട്രേറ്റ് അതിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നതെന്നൊരു സംശയമല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ, അവരുടെ അത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് തിണ്ണനിരങ്ങൽ, അത് നടക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇടത്തട്ടുകാരായിട്ടുള്ള പ്രത്യേകിച്ച് സാമുദായിക കക്ഷികളുടെ സാമുദായിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ നായകന്മാരെന്ന് പറയുന്ന ആളുകൾ, അവര് ആണ് ഇതിൽ മുതലെടുപ്പ് നടത്തുന്നത്. അവർക്ക് ഞങ്ങൾ വർഗീയമായിട്ടുള്ള പല കാര്യങ്ങളിലും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർ നേട്ടമുണ്ടാക്കും. അതാണ് എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു മുന്നണി, ഞാനിപ്പോൾ ഒരു മുന്നണിയുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ മാത്രം പറയുകയല്ല, പൊതുവേ തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വികസനമാണ് ജനത്തിന് വേണ്ടത്. വികസന കാര്യങ്ങൾ എവിടം വരെ എത്തി, ഓരോ പ്രശ്നങ്ങളും ഇപ്പം നമുക്കറിയാം. പ്രകൃതി ദുരന്തം കുറച്ചു കാലമായിട്ട് ഇവിടെ വളരെ ശക്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കി മുതൽ നമ്മുടെ ഇവിടെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും, പ്രളയങ്ങൾ എല്ലാം, ഏറ്റവും ഒടുവിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി ഞങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. അതിന് പകരം അതുപോലും അത്തരം കാര്യങ്ങൾ പോലും ഈ വർഗീയ അജണ്ടയായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടയായിട്ടും മാറ്റുകയാണ്. ഞങ്ങൾ ഇത്ര കൊടുത്തു, മറ്റവർ ഇത്ര കൊടുത്തോ തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ ജനത്തിന് വരുന്ന ദുരന്തം പോലും മറ്റൊരു രീതിയിൽ വോട്ടാക്കി മാറ്റാൻ, വോട്ട് ബാങ്കുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഒരു കാര്യം കൂടെ, ഒരു സംശയമാണ്. കാരണം ഈ വരാനിരിക്കുന്നത് ഇപ്പോൾ ബജറ്റ് വരാനിരിക്കുകയാണ്. ഇതിലൂടെ വലിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും അതിൻ്റെ അജണ്ടകളൊക്കെ നമുക്ക് മനസ്സിലാകും, വ്യക്തമാകുമെന്നറിയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വികസനമൊന്നും ചർച്ചയാകപ്പെടുന്നില്ല. മറ്റ് പല കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന നേതാക്കൾ, എങ്ങനെയാണ് അതിനെയൊക്കെ കൂട്ടിക്കെട്ടി നമുക്ക് വായിക്കാൻ പറ്റുക? ഇല്ല, അവർക്കറിയാം ഇപ്പൊ പ്രഖ്യാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികകൾ നമ്മൾ വായിച്ചു നോക്കി നമ്മൾ തന്നെ ബോധം കിട്ടുള്ളൂ. അത്രയും ഗംഭീരമായ തേനും പാലും ഒഴുക്കുന്ന നാടായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രഖ്യാപിക്കുക. ഈ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപടി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ നടപ്പാക്കുമ്പോൾ പല വികസന പദ്ധതികളും നടപ്പാക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ അഴിമതിയുടെ ഇടയിൽപ്പെട്ടുകൊണ്ട് പലതും, ഇപ്പം പല പാലങ്ങളും കൊച്ചിയിലൊക്കെ പാലം പൊളിഞ്ഞു വീണ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വികസനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ പാലം ഉണ്ടാക്കി, പക്ഷെ ആ പാലം ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ രീതിയിൽ നടപ്പാക്കുന്നുണ്ടോ അത് ജനങ്ങളുടെ മുമ്പാകെ പറയുന്നില്ല. ശരിക്കും ജനങ്ങൾക്ക് മുമ്പാകെ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും അവരുടെ കണ്ണിൽ പൊടിയിരുന്ന കാര്യങ്ങളായിട്ട് മാറുന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും
ഇപ്പൊ നമ്മൾ ഈ ഘട്ടത്തിൽ ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം പാർട്ടികൾ, ഏതെല്ലാം മുന്നണികൾ പ്രകടന പത്രികകൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജനം നോക്കുന്നില്ല. ജനം അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അത് കൃത്യമായിട്ടും ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയാം. അതുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അവരെ കബളിപ്പിക്കാനും വളരെ എളുപ്പമാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുജീവൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പൊതുപ്രവർത്തകനേക്ക് സാദിഖ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ സാദിഖ്, കേൾക്കാമോ? ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെ ഒരു വശത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ നേതാക്കൾ തയ്യാറെടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം പലപ്പോഴും വികസനം എന്ന ഒരു വാക്ക് ഈ നേതാക്കളൊന്നും ആവർത്തിക്കുന്നില്ല. ഇത്രയധികം ദിവസങ്ങളായി ഇനി മുന്നോട്ടുള്ള രീതികളിലും കാണുമ്പോൾ വർഗീയതയാണ് കൂട്ടുപിടിക്കുന്നത്. വികസനം അവിടെ മുരടിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കൂ, നമ്മൾക്ക് നമ്മുടെ രാജ്യം ലോക രാജ്യങ്ങളിൽ ഒരു മഹത്തായ രാജ്യമായിട്ടാണ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരുന്നത്. ആ രാജ്യത്തെ ഏറ്റവും വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായത് കേരള സംസ്ഥാനമാണെന്നുള്ളതും ലോക പ്രസിദ്ധമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് കേരളം എന്ന് കേട്ടാൽ പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകില്ല. ഇവിടെ വികസനം എന്നുള്ളതൊക്കെ വെറും പുകമറ മാത്രമാണ്. ഇപ്പോൾ മനുഷ്യ മനസ്സിൽ ഏറ്റവും വേഗത്തിൽ ഇൻജക്ട് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു സംഗതിയായി വർഗീയതയെ എടുത്തുപയോഗിക്കുകയാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വർഗ പാർട്ടിയായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്, തൊഴിലാളി വർഗ പാർട്ടി. അപ്പൊ അവരുടെ മുഖ്യ ശത്രു മുതലാളി വർഗമായിരുന്നു. ആ പാർട്ടി, അല്ലെങ്കിൽ നമ്മളിപ്പം ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ തൊഴിലാളികളെ പ്രതിനിധീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടികളൊക്കെ മുതലാളി പാർട്ടികളായി മാറി. പിന്നീടുണ്ടാകുന്ന മറ്റു ചില പാർട്ടികൾ വർഗീയ പാർട്ടികളാണ്. അപ്പം വർഗ പാർട്ടികൾ ഏത്, വർഗീയ പാർട്ടികൾ ഏത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ എല്ലാവരും ഇപ്പോൾ എടുത്തുപയോഗിക്കുന്നത് കാർഡ് വർഗീയ കാർഡാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറെ വർഷങ്ങൾ, കുറെ പ്രാവശ്യം ചുറ്റിപ്പറ്റി നിന്നിരുന്നത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി എന്ന ഒരൊറ്റ വിഷയത്തിലായിരുന്നു. അത് ഏറെക്കുറെ പരിഹരിച്ച് 9 തെരഞ്ഞെടുപ്പ്, ഏതാണ്ട് 7 തെരഞ്ഞെടുപ്പ് പിന്നീട് വന്നിട്ടും ഇപ്പോഴും അത്തരം വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നമ്മൾക്കിപ്പോ സമീപകാലത്ത് കാണുന്ന വിഷയങ്ങളെല്ലാം എന്താണ്? ഇവിടെ വികസനം എന്നുള്ള ഒരു വിഷയത്തെ കാര്യഗൗരവമായി ജനങ്ങളും എടുക്കുന്നില്ല, മാധ്യമങ്ങളും എടുക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടുന്നത് സെൻസേഷണലായിട്ടുള്ള കാര്യമാണ്. അവിടെ സി ന്യൂസ് ഈ ഒരു വിഷയം, അതായത് ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതിൽ ഞാൻ നിങ്ങളെ ആദ്യം അഭിനന്ദിക്കുകയാണ്. മുഖ്യധാര ചാനലുകൾ പോലും ഇത്തരം വിഷയങ്ങൾ തമസ്കരിക്കുകയാണ്. ഇവിടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു ജില്ലയോ 1 or 2 ജില്ലയിൽ ജയിച്ചു വരുന്നവരുടെയൊക്കെ പേര് നോക്കിയാൽ അത് ഒരു പ്രത്യേക തരം ധ്രുവീകരണമാണെന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്. അത് ചില പ്രദേശങ്ങളിൽ കേരളത്തിൽ നമ്മൾക്കിപ്പോൾ അറിയാം. ചില പ്രദേശങ്ങളിൽ ചില മതവിഭാഗങ്ങൾ ജനസംഖ്യയിൽ കൂടുതലായിരിക്കും. സ്വാഭാവികമായും അവിടെ നിന്ന് ജയിച്ചു വരുന്നവർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അതിനെ വർഗീയ ധ്രുവീകരണം എന്ന് പറയാൻ ഒക്കുമോ? ഇവിടെ നെഹ്റു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പഞ്ചവത്സര പദ്ധതി എന്ന ഒരു പദ്ധതി കൊണ്ടുവച്ചത് എന്ന വികസനം ഈ രാജ്യത്ത് എങ്ങനെ പോകണമെന്നുള്ളതാണ്. ആദ്യത്തെ വിഷയം മനുഷ്യന്റെ വയറാണ്, വിശപ്പാണ്. കൃഷിയായിരുന്നു അദ്ദേഹം മുഖ്യ പ്രാധാന്യം കൊടുത്ത. ഏത് ജാതി ആയാലും ഏത് മതമായാലും വയറ് വിശന്നാൽ തനി സ്വഭാവം വരും. അതുകൊണ്ട് കൃഷി, 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി, വ്യവസായം, ഇങ്ങനെ കൃഷി, വ്യവസായം, അതുപോലെ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള വളർച്ച, ഇങ്ങനെ ഓരോ മേഖല തിരിച്ച് 5 വർഷം വീതം ഓരോ തെരഞ്ഞെടുപ്പും കണ്ടിരുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് വിഷയം? ഒരു പ്രത്യേക ജില്ല,
ആ ജില്ലയിൽ ഒരു പ്രത്യേക മതവിഭാഗം വിളിച്ച് ബാക്കി എല്ലാവരും ശ്വാസം മുട്ടി മരിക്കുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ. എന്നിട്ട് അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആ വിഷം ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് മറ്റു ചിലർ ഏറ്റുപിടിക്കുകയാണ്. ഇവിടെ വികസനം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഒരു കാര്യത്തെ, വിദ്യാഭ്യാസ മേഖല, ഇപ്പൊ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല അതിഭയങ്കരമായ നേട്ടങ്ങളാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ മുഴുവൻ കേരളത്തിൽ നിന്ന് പുറത്ത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പോലും പുറത്തു പോവുക. ആ പുറത്തു പോകുന്ന ആ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ, അതുപോലെയുള്ള ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ, ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിലുപരി ഈ പറഞ്ഞ രീതിയിൽ കമ്മ്യൂണലായിട്ട് ഒരു തീവ്ര ഹിന്ദുത്വ വികാരമായാലും ന്യൂനപക്ഷ വികാരമായാലും ഇത് രണ്ടും കുഴപ്പം ചെയ്യുന്നതാണ്. ഇവിടെ മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതത്തെയും ഉൾക്കൊള്ളാത്തതും മതേതരത്വമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്താണ്, ധാരാളം ജാതിയും മതവും ഉള്ളത് കൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഇവിടുത്തെ മതേതരത്വം. അതിനെ ഞാനൊന്ന് സമയക്കുറവ് മൂലമാണ് സാർ ഞാനൊന്ന് ഇടപെടുന്നത്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നഗരാസൂത്രണ വിദഗ്ധൻ ശ്രീ അനിൽകുമാർ പണ്ടാല കൂടെ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. 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 ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ സജീവമാണ്. പക്ഷേ വികസനം പലപ്പോഴായി മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. നേതാക്കൾക്കൊന്നും വികസനമല്ല വേണ്ടതെന്ന് തോന്നുന്നു. അതെ, അത് വളരെ പരിതാപകരമാണ്. നമ്മൾ ഈ നമ്പർ 1 കേരള എന്നും ഏറ്റവും വിദ്യാസമ്പന്നരായ ഒരു സമൂഹം എന്നും നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മള് മതേതര സംസ്ഥാനം എന്നൊക്കെ പറയുന്ന എല്ലാത്തിനും മതേതരത്വം എന്ന് പറഞ്ഞ് മുമ്പിൽ കച്ചകെട്ടി ഇറങ്ങുന്നവരെല്ലാം മതത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വികസനം അല്ലെങ്കിൽ വികസനത്തിന്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ, വെൽത്ത് ജനറേഷൻ, ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കാണുന്നില്ല. അപ്പൊ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന 10-30 വർഷത്തെ ഞാനിത് കേരളത്തിന്റെ പോളിറ്റിക്സ് ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ഈ വെൽത്ത് ജനറേഷൻ എന്ന് പറയുന്ന ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രം ഉള്ളൊരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് ഈ വെൽത്ത് ജനറേഷൻ. അല്ലാതെ ബാക്കി എല്ലാം സാധാരണക്കാരായ ഞങ്ങളൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ കാണുന്നത് മുഴുവൻ മതത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ളത് മാത്രമാണ് കാണുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതൊക്കെ ബാക്ക് ബേണറാണ്. അത് പുറകിലോട്ട് തള്ളി വെച്ചിട്ടാണ് ബാക്കിയുള്ളത്. ഇപ്പൊ തന്നെ ഒരു കൂട്ടർ എല്ലാ പള്ളിയിൽ ചെന്ന് കാണുന്നു, വേറൊരു കൂട്ടറിൽ പോയിട്ട് സുകുമാരൻ നായരെ പോയി കാണുന്നു, പിന്നെ ഒരു കൂട്ടർ സമസ്തയുടെ പുറകിന് പോകുന്നു. ഇത് മാത്രമേ പത്രത്തിലും ചാനലിലും കാണാറുള്ളൂ, വേറൊന്നുമില്ല. അല്ലാതെ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഒരു നഗരത്തിന്റെ ഒരു ടൗണിന്റെ വികസനം എങ്ങനെ പ്ലാൻ ചെയ്യണം, 10 വർഷത്തെ 15 വർഷത്തെ 25 വർഷത്തെ പെർസ്പെക്റ്റീവ് പ്ലാൻ എങ്ങനെയാണ്, നമ്മുടെ ഒരു ടൗണിലുള്ള ജനത മറ്റൊരു ടൗണിലേക്ക് ടൗണിന്റെ അങ്ങോട്ട് നീങ്ങുന്നത് നമുക്ക് എങ്ങനെ എൻകറേജ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യാം, ഇതിനെപ്പറ്റി ഒന്നും ചർച്ച കാണുന്നില്ല. മൊത്തം ഈ രാഷ്ട്രീയ വോട്ട് പിടുത്തത്തിന്റെ ഒരു ത്വര മാത്രമാണ് ഈ കാണുന്നത്. പരിതാപകരമാണ്. പ്രത്യേകിച്ചും കേരളം എന്ന് പറയുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ലജ്ജിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഒരു കൊളോണിയൽ റെസിഡ്യൂ ആണ്. ബ്രിട്ടീഷുകാര് ഉണ്ടാക്കി വെച്ചതാണ് ഈ മതസ്പർദ്ധ. അത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു പാർട്ടിയും അതിന് മുൻകൈ എടുത്ത് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. കലാലയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങി അവിടുന്ന് പിന്നെ യുവജനങ്ങളെ ഈ രാഷ്ട്രീയത്തിൽ വരാനായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അവരൊക്കെ വലിയ മതേതരത്വം പ്രസംഗിച്ചിട്ട് അവരെയൊക്കെ മോൾഡ് ചെയ്തെടുക്കുന്ന പാർട്ടി മോൾഡ് ചെയ്തെടുക്കുന്ന മതത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള പുരോഗമനമാണ്. അല്ലാതെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെ പുരോഗമിക്കണം എന്നുള്ളത് അതിന്റെ പ്ലാനിങ്ങും ഡെവലപ്മെന്റും അതിനെപ്പറ്റി ഞങ്ങൾ ഒരിടത്തും ചർച്ചയാവുന്നില്ല. വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും രാഷ്ട്രീയത്തിൽ വികസനം ചർച്ചയാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഥമദൃഷ്ട്യാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർഗീയ രാഷ്ട്രീയമായി നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ മാറ്റുമോ എന്ന് തന്നെയാണ് ജനം തിരിച്ചറിയേണ്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.